അത് പിന്നെ അവളെ കൊണ്ടിട്ട് എൻ്റെ ദൈവമേ ഇവളെ കൊണ്ട് പിന്നെ നമുക്കിന്ന് ട്യൂഷൻ ക്ലാസ്സിൽ പോകണം. നമ്മൾ പണ്ട് പഠിച്ചോണ്ടിരുന്ന ട്യൂഷൻ ക്ലാസ്സിലേ മറ്റേ എന്താ യൂട്യൂബ് ചാനലുള്ള മിസ്സ്, ആ മിസ്സിൻ്റെ ട്യൂഷനിൽ പോകണം മിസ്. നല്ല രസമല്ലേ? അപ്പോൾ ഇന്ന് പോകണം. അപ്പം എനിക്ക് ലക്കിയുടെ ഇന്ന് സ്വാതന്ത്ര്യമാവാം. അവളെ കണ്ടുപോലില്ല. ഈ ബോൾ വന്നാൽ എനിക്കെന്ത് പകരം കിസ്. ചില സമയത്ത് ഈ ലക്കിടന്ന് അലയ്ക്കുന്നതാണ് ഈ ജീവികളെ ചില പ്രാണികളെ കാണുമ്പോൾ കടന്ന് അലയ്ക്കുന്ന പോലെ അലയ്ക്കുന്നു. ഈ പഗ്ഗി എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. അവിടെ മണ്ടയല്ല കാണും. കീസ് ഇന്ന് 10 മണിയാകുമ്പോൾ പോകണം. ഇപ്പം 9:26 ആയതേ ഉള്ളൂ. നമ്മളിന്ന് നേരത്തെ എണീറ്റ് കീസ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ നേരത്തെ ഒന്നും എണീക്കത്തില്ല തന്നെ. സ്കൂളിൽ പോകുന്നത് തന്നെ അമ്മ എഴുപ്പിച്ച് എണീക്കണം. ബാക്കി ഞാൻ ഇന്ന് 8 സംതിങ് ഇപ്പോഴേ ഞാൻ എണീറ്റ് കീസ്. ലക്കിയുടെ ശത്രു വരാൻ പോവാ. ലക്കിയുടെ ശത്രു എന്നൊന്നും പറയല്ല, ഇടയ്ക്ക് മിത്രമെന്ന് പോവാം. ഇവിടത്തേക്കും കൂടെ ഗേറ്റ് അടിച്ചിട്ട് നമുക്ക് പക്കിനെ അയച്ചിടാം. എല്ലാം ചെളിയാക്കി. ആരാണോ മനുഷ്യനാണോ പട്ടിയാണോ കയറി വരാൻ പ്രയാസം. ഗീസ് ആ പട്ടി ശരിക്കും ഒരു മരം വണ്ടി എന്തിനെ ആണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. എന്നാൽ ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടു. ഇനി താഴെ പ്രയാസം. പട്ടി എനിക്ക് ഇങ്ങനെ പട്ടിയൊന്നും ഇഷ്ടമാണ്. എനിക്ക് അടച്ചാൽ വലിയ പട്ടിയാണ്. ഈ പട്ടി എന്തൊരു പേടിത്തോണ്ട്. ഈ പട്ടി ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും വരുമ്പം നമ്മളെ മുന്നേ ഇട്ടിട്ട് ഈ പട്ടി പോയി ഒളിച്ചിരിക്കും. അതുപോലെ പട്ടി ഇത്. ഇപ്പം എന്നെ തള്ളിയിട്ടാണ് ആ പട്ടി. എനിക്ക് ആ പട്ടിയുടെ ഇഷ്ടമല്ല. നാളെ ഓടിപ്പോന്ന എങ്ങോട്ട് ഓടിപ്പോന്ന് പക്കി കൊണ്ടോവേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലക്കി എന്ത് നല്ല കൊച്ചാ. ഒരു ഗ്യാപ്പ് കിട്ടാതെ അപ്പം ഞാൻ ഓടും. ഞാൻ അവിടെ അമ്മേനും പോയി ശരി ചെയ്യും. ഇതുപോലത്തെ ഒരു പട്ടി നേരത്തെ കണ്ടിട്ടില്ല കൈസ്. സന്ധ്യ ഇവിടെ തീ ഇട്ടല്ലേ. ലക്കി വരുന്നോ? അവിടെ വന്നോളാം കേസ്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളവിടെ പോയാലും പറയാൻ വന്നോളൂ. ലക്കി എന്താ വരാത്തത്? നമുക്ക് ലക്കി അടുത്ത് നോക്കി. ലക്കി വരേണ്ടതാണ്. ഒന്നിവിടെ പഗ്ഗിയെല്ലാം അവിടെ വന്നിട്ടുണ്ടായി. അല്ലെങ്കിൽ അവിടെ വേറെ റൂട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് പഗ്ഗി പോകുന്നത് കണ്ടില്ലേ? അതുകൊണ്ട്